മഹാരാഷ്ട്രയിലെ താനെയിൽ 9 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. പ്രതിയുടെ വീട്ടിൽ നിന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. 23 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതിന് ശേഷമാണ് കൊലപാതകം. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, കൊല്ലപ്പെട്ട ആളുടെ പേര്, ആ കുട്ടിയുടെ പേരോ വിവരങ്ങളോ, അതിനപ്പുറത്തേക്ക് കൊലപാതകയുടെ വിവരങ്ങൾ ലഭ്യമാണോ? ഈ പണം ആവശ്യപ്പെട്ടുള്ള തട്ടിക്കൊണ്ടുപോകലിൽ പിന്നീട് കൊലപാതകത്തിലേക്ക് എത്തിയതാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹേല്, കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് താനെയിലെ ബദ്ലാപൂരിൽ വെച്ച് 9 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഇബാദ് എന്നതാണ് ഈ കുട്ടിയുടെ പേര്. ഈ കുട്ടി വൈകിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയാണ് തട്ടിക്കൊണ്ടുപോയത്. അയൽവാസിയായ സൽമാൻ മൗദവി എന്നതാണ് ഈ കേസിലെ പ്രതി. കുട്ടിയെ കാണാതായതോടെ ബന്ധുക്കൾ തിരഞ്ഞിറങ്ങുകയും പോലീസിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്തു. അതിനൊപ്പം തന്നെ ബന്ധുക്കൾക്ക് ഒരു ഫോൺ സന്ദേശം ലഭിക്കുകയാണ്. 23 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ കുട്ടിയെ കൊന്നുകളയുമെന്നായിരുന്നു ആ ഫോണിലെ ഭീഷണി. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസും നാട്ടുകാരും ചേർന്നുകൊണ്ട് വലിയ തിരച്ചിൽ നടത്തുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചിരുന്നത് അയൽവാസിയുടെ വീട്ടിൽ തന്നെയായിരുന്നു. ഈ വലിയ സമ്മർദ്ദം ഇയാൾക്ക് മേൽ ഉണ്ടായതോടെയാണ് കുട്ടിയെ കൊന്നുകളയാൻ ഇയാൾ തീരുമാനിച്ചത്. പിന്നീട് കൊന്ന് ചാക്കിൽ കെട്ടി വീടിന് പുറകിൽ സൂക്ഷിച്ചു. പക്ഷേ പോലീസ് ഇയാളെ കൃത്യമായി തന്നെ കണ്ടെത്തി. വീട്ടിൽ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ചാക്കിൽ കെട്ടിയ നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. 23 ലക്ഷം രൂപ ഇയാൾ ആവശ്യപ്പെടാനുള്ള കാരണം ഇയാൾക്ക് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ബാധ്യതകൾ ഉണ്ടായിരുന്നു, ചെലവുണ്ടായിരുന്നു. അതിലേക്ക് പണം കടത്താനുള്ള ഒരു കുറുക്കു വഴിയായാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം നടത്താൻ ഇയാൾ പദ്ധതി ഇട്ടതും. സുഹേൽ, ശരി, മോചനദ്രവ്യം ലക്ഷ്യമിട്ട് 9 വയസ്സുകാരൻ അയൽവാസി തട്ടിക്കൊണ്ടുപോയി പിന്നീട് കൊലപ്പെടുത്തിയെന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് നൽകി.